ഉണർന്നിട്ട് ഞാൻ നടക്കുന്നതിന് മുന്നേ, നടന്നിട്ട് ഞാൻ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിന് മുന്നേ, പ്രഭാഷണം തുടങ്ങുന്നതിന് മുന്നേ, തുടങ്ങിയാൽ തീരുന്നതിന് മുന്നേ, തീർന്നാൽ വീട്ടിലെത്തുന്നതിന് മുന്നേ, വയല് കേൾക്കാൻ പോയാൽ പോയിട്ടെത്തുന്നതിന് മുന്നേ, ഇനി വയല് കേട്ടാ കേട്ടിട്ട് തീരുന്നതിന് മുന്നേ, കേട്ട് തീർന്നാ വീട്ടിലേക്ക് എത്തുന്നതിന് മുന്നേ ഞാൻ മരിക്കാലോ എന്നുള്ള ചിന്ത നമുക്കെപ്പോഴും വേണം. മഹാനരായ ഇസ്ലാമിന്റെ 5ാമത്തെ ഖലീഫ ഇമാം ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്റെ മുണ്ടെന്നില്ല, ബാവുഞ്ഞിന്റെ മോമല്ല, അത് മോണിച്ചാന്റെ മോമല്ല. ഇസ്ലാമിന്റെ 5ാം ഖലീഫ മഹാനരായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. എന്നെ ശ്രദ്ധിക്കും മോനെ, എന്നെ ശ്രദ്ധിക്ക്. ഇനി ഞാൻ എണിപ്പിക്കോടുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാളണ കയ്യിൽ ഉണ്ടു പ്രിയ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ഗർഭിണിയായ ഭാര്യ, പ്രഗ്നന്റായ ഭാര്യ വളരെ ആശയോടുകൂടി തന്റെ പ്രിയപ്പെട്ട രാജാവായ അമീറായ നാട് ഭരിക്കുന്ന ചക്രവർത്തിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട്, ആര്? ഉമർ ഇബ്നുൽ ഖത്താബ് അല്ല, അത് ഇസ്ലാമിന്റെ എത്രാമത്തെ ഖലീഫ? നിങ്ങൾ പറയണോ എത്രാമത്തെ ഖലീഫ? 2ാമത്തെ ഖലീഫ. എങ്കിൽ ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ പ്രിയപ്പെട്ട മകനാണ് ആസിം റളിയല്ലാഹു അൻഹു. ആ ആസിം റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. അതായത് 1ാമത്തെ ഉമറിന്റെ പേരക്കുട്ടിയാണ് 2ാമത്തെ ഉമർ ഇബ്നു അബ്ദുൽ അസീസ്. തിരിഞ്ഞെനിക്ക് മഹാത്മാഗാന്ധിന്റെയും ഡോക്ടർ BR അംബേദ്കറിന്റെയും മാത്രം ബയോഡാറ്റ പഠിച്ചാൽ മതിയാവല്ല. പഠിക്കണോ? അത് നല്ലോണം പഠിക്കണോ? പക്ഷെ അതിനെക്കാട്ടി ഏറെ നമ്മൾ ഇത് പഠിക്കണം. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ഇസ്ലാമിന്റെ 5ാമത്തെ ഖലീഫയാണ്. സത്യസന്ധനായ രാജാവായിരുന്നു, നീതിമാനായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, ഭക്തനായിരുന്നു. പൈസന്റെ ബാഗിന്ന് കൂടിയിട്ടില്ല. ഇപ്പത്തെ ഭരണാധികാരികൾക്ക് എല്ലാത്തിലും പൈസ വേണോ? 6 ഇഞ്ച് ഡാമർ റോഡ് പാസ്സായെങ്കിൽ ഇടുന്ന 5 ഇഞ്ച്. എന്തേ? 1 ഇഞ്ചിന്റെ പൈസ ഓന്റെ കീസക്ക്. ഇവിടെ PWD കോൺട്രാക്ടർമാർ ആരുണ്ടെങ്കിൽ ബേജാറായിട്ടുണ്ട്. നിങ്ങളെ വിഷയം ചെല്ലല്ല. ഇനി കീസ് കിട്ടവും ബേജാറായിട്ട് കാര്യമില്ല. കീസ് എടുത്തിട്ട് പുറത്ത് കിട്ടെങ്കിലേ തീർന്നു അല്ലേ? കുമ്പളങ്ങ കട്ടവും കുഞ്ചി വരട്ടുന്നതിന്, കുമ്പളങ്ങ കട്ടവും കുഞ്ചിയിലുള്ള പെണ്ണൂറ് വരട്ടിയിട്ട് കാര്യമില്ല. ആ കുമ്പളങ്ങ കൊണ്ടിട്ട് അടന വെച്ചിരുന്നോ? തീർന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഭാര്യ പറഞ്ഞു, എനക്ക് ഗർഭിണിയാണ് ഞാന്. പിന്നെ ഈ പെണ്ണുങ്ങ ഗർഭിണിയായെങ്കിൽ അവർക്ക് ആ സമയത്ത് വല്ലാത്ത ചില ആശകളുണ്ടാവും, ലോകത്തിന്നോളാവാത്ത ആശ. അങ്ങനെയുണ്ട്. ആ സമയത്ത് അവർക്ക് ജോറ് ആശ, വല്ലാത്തൊരു ആശയിപ്പോയത്. ചില മാപ്പിളമാരോർ യാത്ര കുത്തിടിച്ചിരുന്നു ആശിച്ചിട്ട്. ആ മാപ്പിള എന്നെ കാക്കുന്നത് ഞങ്ങളൊക്കെ 9,000 മതിയാട്ടി അതിന് ആശയും തീരട്ടി കിടവും പുറത്ത് വന്നിട്ട് ഏതുവാട്ടും ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ഭാര്യ പറഞ്ഞോലോ, ഇതാ എനക്ക് 1 കുല മുന്തിരി, 1 കുല മുന്തിരി അല്ലെങ്കിൽ കുറച്ച് മുന്തിരി തിന്നണമെന്നുണ്ട്, അതുകൊണ്ട് കുറച്ച് മുന്തിരിക്ക കൊണ്ടുവരോ, അല്ലെങ്കിൽ 4 അണ കൊടുത്തിട്ട് എന്തെങ്കിലും ഒപ്പിക്കോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ മഹാൻ പറഞ്ഞോലോ, 4 അണ പോയിട്ട് എന്റെ കയ്യിൽ 1 അണ പോലും ഇല്ല, എന്റെ കയ്യിൽ കാശില്ല. അപ്പൊ മഹദി ചോദിക്കുന്നുണ്ട്, നാട് ഭരിക്കുന്ന രാജാവായിട്ട് അമീറായിട്ട് 4 അണ ഇല്ലെന്നോ, കയ്യില് കാശില്ലെന്നോ? ഖജനാവിന്റെ താക്കോല് നിങ്ങളെ കയ്യിലല്ലേ? അല്ലേ? നാടിന്റെ അണക്കാസുകാത്ത നിങ്ങളെ കയ്യിലല്ലേ? എല്ലാ നിലക്കുള്ള ഭരണചക്രവർത്തിയുടെ ഭരണസാരഥ്യം നിങ്ങളെ കയ്യിലല്ലേ? എന്നിട്ട് നിങ്ങളെ കയ്യിലെ കാശില്ലെന്നോ? മഹാൻ പറഞ്ഞെന്തറിയാ, മഹദി പറഞ്ഞെന്തറിയാ, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട്, ഉണ്ടു സഖീ 1 കുല മുന്തിരി വാങ്ങിടുവാനായി 4 അണ കയ്യിൽ ഉണ്ടു പ്രിയ കൽബിലൊരാശ മുന്തിരി തിന്നിടുവാൻ. ആശ ഒന്നുണ്ടത് കൊണ്ട് കുറച്ച് മുന്തിരി വേണോ, 4 അണ വേണോ?
ആ സമയത്ത് മാൻ പറഞ്ഞതാണ്, ഇല്ല മോളെ, ഇല്ല പൊന്ന്, എന്റെ കണ്ണ് കരള്, നിന്റെ ആശ തീർത്തു തരണമെന്ന വലിയ ആഗ്രഹമുണ്ട്, നിന്റെ ആ പിരിശപ്പാട് എനിക്ക് പൂർത്തിയാക്കി തരണമെന്ന ആശയുണ്ട്. പക്ഷെ എന്റേതായിട്ട് കയ്യില് കാശില്ല, കയ്യിലുള്ളത് എന്റേതല്ല, അത് പൊതുസ്വത്താണ്, അത് ഖജനാവിൻ്റെതാണ്, അത് ബൈത്തുൽ മാലിൻ്റെതാണ്, അത് മുഅ്മിനീങ്ങളുടേതാണ്. അതങ്ങടെ യഥേഷ്ടം ഉപയോഗിക്കാനുള്ള അളവൂടില്ല എന്നാ മഹാന്മാർ പറഞ്ഞെങ്കിൽ അവരുടെ പോലും ജീവിതത്തിൽ സമ്പാദിച്ചത് ആ ദുന്യവിയായ സമ്പത്ത് കുറഞ്ഞതാണെങ്കിലും ധാരാളം ഇബാദത്തുള്ളവരായിരുന്നു, ധാരാളം തഖ്വയുള്ളവരായിരുന്നു, ധാരാളം വിനയമുള്ളവരായിരുന്നു. അല്ലേ? നല്ലോണം വിനയമുള്ളവരായിരുന്നു. നമുക്കെന്ത് വിനയമുള്ള? നമ്മളെ കെബുർ കണ്ടെങ്കിൽ നമ്മളെ പോലത്തെ കെബറുള്ളവോ ദുനിയാവിൽ ഇനി ഏത് മിഷനിൽ കൊണ്ടുപോയി സ്കാനിങ് ആക്കിയും കിട്ടാല. ഞാൻ ആളറിയുന്നു, എന്നെ കാണുമ്പോ ഞാൻ അങ്ങ് പോകുന്നത് ഇങ്ങ് വരണ്ടേ, ഞാൻ അങ്ങ് പോയിട്ട് സ്ഥലം ചെല്ലണമെന്ന് പോകാൻ ഇങ്ങ് ചെല്ലണ്ടേ അല്ലേ? ഞമ്മ അങ്ങനെ, ഞാൻ ആളും മോശമില്ല, ഞാൻ ബഡാഹേ. നീ ബഡാല്ല, നീ ഒരു കുന്തമല്ല. കിബർ നടിക്കാൻ, അഹംഭാവം നടിക്കാൻ, അഹങ്കാരം നടിക്കാൻ, ഞാനെന്ന വികാരത്തോടു കൂടി ജീവിക്കാൻ ലവലേശം പോലും അധികാരമോ അർഹതയോ നമുക്കില്ല. വളരെ വളരെ താഴ്മയോടെ വിനയത്തോടെ നല്ല റാഹത്തോടെ വേണം. നല്ല വിനയത്തോടെ. മഹാന്മാരുടെ ജീവിതം അങ്ങനെയാണ്. നിങ്ങൾ നോക്കൂ, ഇങ്ങോട്ട് പിന്നെയും കുറച്ച് ഞാൻ ആരിന്ന് കേട്ടിട്ട് കുറച്ച് കറുത്ത കോട്ടും സൂട്ടെല്ലാം ഇട്ടിട്ട് വരാൻ റൈറ്റ് ഉണ്ടെങ്കിൽ അത് കൊതുകിന്, ഞമ്മക്കല്ല. കൊതുക് നിങ്ങെന്തിന് പറഞ്ഞത്? കൊതുകിന് എന്ത് പറയുന്നത്? നിങ്ങൾ കൊതുക് തന്നെയല്ലേ അല്ലേ? ആ കൊതുകിന് പിന്നെയും ചെല്ല ഞാൻ ആരിന്ന്. എന്തേ കൊതു ആള് മോശമില്ല. കൊതിന്റെ അത്ര പോലും ബെല്ലും ബ്രേക്കും നെട്ടും ബോൾട്ടും ഞങ്ങൾക്കില്ല. അത് നിക്കറിഞ്ഞൊരു വിഷയം. നിങ്ങൾ നോക്ക്, എന്റെ ചോര എ പോസിറ്റീവ് എന്ന് വെച്ചോ, എന്റെ ചോര എ പോസിറ്റീവ് എന്ന് വെച്ചോ, നിങ്ങളെ പെട്ട ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും ചോര ബി ഗ്രൂപ്പ് ആണെങ്കിൽ എന്റെ എ ഗ്രൂപ്പ് രക്തത്തിൽ നിന്ന് ഒരു തുള്ളി പോലും ബി ഗ്രൂപ്പ് രക്തക്കാരനായ അയാളിലേക്ക് പോകാൻ പാടില്ല. അയാൾക്ക് കയറ്റപ്പെടുന്ന രക്തം അയാളെ ബി ഗ്രൂപ്പ് എന്നാണോ? ഇനി എന്റെ അയാളത് ബി ഗ്രൂപ്പ് ആണെങ്കിൽ, ബി ഗ്രൂപ്പ് തന്നെ എ ബി ഗ്രൂപ്പ് ആണെങ്കിൽ അതന്നെ ഗ്രൂപ്പ് മാറാൻ പാടില്ല. എ ഗ്രൂപ്പ് കുറെ ഉണ്ട് ഇവിടെ. ഇനി ചോരന്റെ ഗ്രൂപ്പ് ചെന്ന് ഇനി എന്തെല്ലാം ഗ്രൂപ്പ് ആക്കിയിട്ട് അൽക്കുലത്താക്കിയിട്ടുണ്ട്. നാളെ ക്ലിപ്പ് വരലല്ലേ ഇക്പോലെ? ക്ലിപ്പ് മനുഷ്യന്മാർ ക്ലിപ്പാക്കാനാ കാക്കുന്നത്, വയൽ കേൾക്കാൻ ആരും കാക്കുന്നില്ലല്ലോ. എങ്ങനെങ്കിലും ഒരു ക്ലിപ്പാക്കിയിരുന്നു. ഇപ്പോ ഇരിക്കട്ടെ, നമ്മളെ ചോര അപ്പുറപ്പുറായിന്ന് പോയിന്ന് കണ്ടെങ്കിലേ അപ്പ കറമയ്യത്ത് മൃഗയ അയില പോവും കാറ്റ്. കാരണം എന്താ? രക്തഗ്രൂപ്പ് മാറാൻ പാടില്ല. മനുഷ്യന്റെ 85-86 കിലോ ഉള്ള എന്റെ അവസ്ഥ ഇത് അല്ലേ? ജിമ്മിന് പോയിട്ട് വട്ടട്ട പോലാക്കിയ എന്റെ അവസ്ഥ ഇത്. 24 മണിക്കൂറും ചിക്കനും മട്ടനും തിന്നിട്ട് ഉഷാറായ എന്റെ അവസ്ഥ ഇത്. ചോരന്റെ ഗ്രൂപ്പ് എങ്ങാനും മാറിയിട്ട് ഒരു തുള്ളി രക്തം എനിക്ക് കയറ്റപ്പെട്ടു പോയാൽ ഞാൻ അപ്പ പോയി ഇല്ലേ? എന്നാ ഇത്തിരി പോന്ന കൊതുക്, ഈല പാറിക്കൊണ്ടിരിക്കുന്ന കൊതുക്, നിങ്ങളെ കാളിന്റെ പതിവള്ളി കടിച്ചിട്ട് അങ്ങനെ പാറിക്കൊണ്ടിരിക്കുന്ന കൊതുക്, ആരെല്ലാം ഏതെല്ലാം രക്തമാ കുടിച്ചിട്ട് പാറുന്നത് ഒന്ന് നോക്കൂ. എ പോസിറ്റീവ് കുടിച്ചോ, ബി ഗ്രൂപ്പ് കുടിച്ചോ, എന്നിട്ട് അയാളെ പെരടിന്റെ മുകളിൽ ഇരുന്നിട്ട് അയാളെ രക്തമാകുന്ന എ ബി ഗ്രൂപ്പും കുടിച്ചോ, എന്നിട്ടും അതാ കൊതുക് പാറുന്നു. ഒരു പ്രയാസവുമില്ല, തളർന്നു വീണില്ല, തല ചുറ്റി വീണില്ല. ഇവിടെ ആരാണ് ഗമൻ? മനുഷ്യനാണോ കൊതുകാണോ? പിന്നെ എങ്ങനെയാ നീ ഞാൻ ആരെന്ന് കേട്ടോണ്ടിരിക്കുന്നത്? അത് കേൾക്കാനുള്ള എന്ത് യോഗ്യതയാ നിനക്കുള്ള? എന്ത് നൈതിക ഹക്കാണ് നിനക്കുള്ള? അതുകൊണ്ട് പടച്ച റബ്ബ് പറഞ്ഞു, ഖുലിഖൽ ഇൻസാനു ലഈഫാ,
മനുഷ്യന് വളരെ ബലഹീനനാണ്, എല്ലാം കൊണ്ടും നിശക്തനാണ്, അശക്തനാണ്, ഒന്നിനും കൊള്ളാത്തവനാണ്. അവ അഹംഭാവം നടിക്കേണ്ടയാളെ അല്ല. അഹംഭാവികൾക്ക് സ്വർഗമില്ല. ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ ഖാല റസൂലുള്ളാഹ്. വർക്കപ്പറ മുസ്തഫ യാ റസൂലുള്ളാഹ്, മുസ്തഫ യാ റസൂലുള്ളാഹ്. ലാ യദ്ഖുലുൽ ജന്നത മൻ, ഒരാണോ ഒരു പെണ്ണോ അവള് സ്വർഗത്തിൽ കടക്കില്ല, അയാള് സ്വർഗത്തിൽ കടക്കില്ല. ആരറിയുമോ അവള്, ആരറിയുമോ അയാള്? ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ, അയാള് കിബ്റനാണ്. അയാളെ കൽബിന്റെ അകത്ത് അണുമണി തൂക്കം കിബറുണ്ടെങ്കിൽ, ഞാനാര് എന്ന ചിന്തയോടെ നടക്കുന്നവനാണെങ്കിൽ, ഞാനാള് കൊള്ളാലോ, എന്റെ ചന്തം കൊള്ളാലോ, ഞാനാള് വലിയല്ലേ എന്ന് ചിന്തിക്കുന്ന മനോഭാവമാണ് എനിക്കും നിങ്ങൾക്കുമുള്ളതെങ്കിൽ അല്ലാഹുവിന്റെ സ്വർഗം നമുക്ക് ഹറാമാണ്. അതുകൊണ്ട് തന്നെ മുസ്തഫായ റസൂലുള്ള പറഞ്ഞു, മൻ തവാല റഫഅഹുല്ലാഹ്. വിനയം കാട്ടിയവർ സ്വർഗത്തിൽ ഉയരുന്നു, അവർ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കഴിഞ്ഞു, അവരെ അല്ലാഹു തആല ഉന്നതമായ സോപാനത്തിലേക്ക് ഉയർത്തുന്നതാണ്. ഇത് കേട്ടോ, ഞാൻ നേരത്തെ പറഞ്ഞ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ തന്റെ വീട്ടിലേക്ക് ഒരു വിരുന്നുകാരൻ കടന്നു വരുന്നു. സുബ്ഹാനല്ലാഹ്, ഒരു യാത്രക്കാരനായ വിരുന്നുകാരൻ വീട്ടിലേക്ക് വന്ന നേരത്തെ അവരെയും കൂട്ടിയിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചിമ്മിണി വിളക്ക് കത്തിച്ചിട്ട് രാത്രിയിലെ ഭക്ഷണം ഒന്നിച്ച് കഴിക്കുകയാണ്. ഭക്ഷണം ഒന്നിച്ചിരുന്ന് കഴിക്കുന്നു. ചിമ്മിണി വിളക്ക് കത്തിച്ചിട്ടുണ്ട്, ദീപം കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ കറണ്ടോ ബാറ്ററിയോ ഒന്നുമില്ലല്ലോ. ഒന്ന് ചിമ്മിണി വിളക്ക് കത്തിച്ചു വെച്ചിട്ട് രണ്ടുപേരും ഒന്നിച്ച് ഭക്ഷണം കഴിക്കാൻ ഇരുന്ന നേരം സുബ്ഹാനല്ലാഹ്, ചിമ്മിണി വിളക്ക് അണഞ്ഞു, കെട്ടുപോയി. റൂമിൽ ഇരുട്ട് വരുന്നു, റൂമാകെ ഇരുട്ടായി. ഭക്ഷണപാത്രം എവിടെ, ഭക്ഷണ തളിക എവിടെ, കറി എവിടെ, ചമ്മന്തി എവിടെ, ചട്നി എവിടെ, പ്ലേറ്റ് എവിടെ, പാത്രം എവിടെ എന്ന് കാണുന്നില്ല. ചിമ്മിണി വിളക്ക് കെട്ട നേരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു എന്ന നാട് ഭരിക്കുന്ന ചക്രവർത്തി, ആ വീടിന്റെ ഉടമസ്ഥനായ മഹാനർ അതാ അണഞ്ഞുപോയ ചിമ്മിണി വിളക്കെടുത്തു. എന്നിട്ട് ആ ചിമ്മിണി എടുത്തിട്ട്, ദീപമെടുത്തിട്ട് കത്തിച്ചു കൊണ്ടുവരാൻ, അങ്ങതാ അതിൽ ദീപം കൊളുത്തിക്കൊണ്ടുവരാൻ എണീക്കുന്ന നേരത്ത് ആ വന്നു കയറിയ സേവകനായ മനുഷ്യന്, വിരുന്നുകാരനായ മനുഷ്യന്, അതിഥിയായി വന്ന മനുഷ്യന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് പറഞ്ഞു, പത്ര തങ്ങളെ, അമീറുൽ മുഅ്മിനീൻ തങ്ങളെ, അണഞ്ഞുപോയ കെട്ടുപോയ ചിമ്മിണി നിങ്ങ കത്തിക്കണ്ട, ഞാൻ കത്തിച്ചു കൊണ്ടുവരാം, ഞാൻ പിടിപ്പിച്ചിട്ട് കൊണ്ടുവരാ, ഞാൻ അടുക്കളയിൽ പോയിട്ട് തീക്ക് പിന്നെ കൊളുത്തിയിട്ട് കൊണ്ടുവരാ, നിങ്ങ എടുക്കണ്ട, നിങ്ങ രാജാവല്ലേ, നിങ്ങ അമീറല്ലേ, നിങ്ങ ഞങ്ങളെ നേതാവല്ലേ, അന്ത സയ്യിദുനാ വഖൈദുനാ, നിങ്ങ കത്തിക്കണ്ട, ഞാൻ എടുത്തോളാ എന്ന് പറഞ്ഞ നേരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ചിമ്മിണി വിളക്കെടുക്കുന്നു, അകത്ത് കൊണ്ടുപോകുന്നു. എന്നിട്ട് അവിടെ നിന്ന് ചിമ്മിണി വിളക്ക് പിടിപ്പിച്ചിട്ട് കത്തിച്ചിട്ട് കൊണ്ടുവന്നിട്ട് മുമ്പിൽ വെച്ചോ. ദീപം വന്ന് തെളിഞ്ഞ നേരം ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, അത്ര അല്ല മോനെ, ചിമ്മിണി കെട്ടപ്പോ നീ എന്തേ പറഞ്ഞ ഞാൻ കത്തിച്ചിട്ട് കൊണ്ടുവരാന്ന്? ഞാനതിനെ നിങ്ങെന്ത് പറയുന്നത്? കത്തിച്ചിട്ട് കൊണ്ടിരുന്നാലും പൊടി പൊടിയാക്കിട്ട് കൊണ്ടിരുന്നതല്ല, വെണ്ണൂറാക്കിട്ട് കൊണ്ടിരുന്നതല്ല, ഉള്ളൊക്കെ കൊണ്ടുപോയിട്ട് അതിനെ വീണ്ടും പിടിപ്പിച്ചിട്ട് കൊണ്ടിരുന്നേ എന്ന് നീ പറഞ്ഞേ. ഞാൻ ഈ എടുക്കുന്ന സമയത്ത് നീ എന്തിനത് പറഞ്ഞേ? അപ്പൊ അയാൾ പറഞ്ഞു, രാജാവേ, അമീറെ, നിങ്ങ അമീറല്ലേ, ഞാനാര്, നിങ്ങ ആര്? നിങ്ങ മുഅ്മിനീങ്ങളാ, അമീറല്ലേ, നിങ്ങ ഞങ്ങളുടെ നേതാവല്ലേ, നിങ്ങ ഈ ലോകത്തിന്റെ നായകനല്ലേ, നിങ്ങ ഈ ഉമ്മത്തിന്റെ നേതാവല്ലേ, നിങ്ങ ഞങ്ങളെ അമീറല്ലേ. അപ്പൊ നിങ്ങ പോയിട്ട് അങ്ങനെ എടുത്തോണ്ട് വരുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞ, ഞാൻ കൊളുത്തിട്ട് കൊണ്ടുവരാ, ഞാൻ പിടിപ്പിച്ചു കൊണ്ടുവരാ, ഞാൻ ദീപം കൊളുത്തിട്ട് തീ പിടിപ്പിച്ചിട്ട് കൊണ്ടുവരാ എന്ന് പറഞ്ഞ നേരം മുമ്പ് ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറഞ്ഞെന്തറിയാ? പൊന്നുമോന്, നീ ആ
ഞാനാര് എന്നുള്ള ചിന്ത നമുക്കിടയിൽ വേണ്ട. നീ നോക്കുമോന് ചിമിണിയുടെ കത്തിക്കൊണ്ടിരുന്ന നേരത്തെയും ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസാണ്, അമീറാണ്. ചിമിണി കെട്ട നേരം, അണഞ്ഞ നേരം ഞാൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസാണ്, അമീറാണ്. ഇപ്പൊ ഞാനത് കുടിപ്പിച്ചു കൊണ്ടുവന്നിട്ട് വെച്ച നേരത്തും ഞാൻ അമീറാണ്, ഉമർ ഇബ്നു അബ്ദുൽ അസീസാണ്. എനക്കൊരു കുറവ് വന്നിട്ടില്ല. പിന്നെ നീ എന്തിന് കൊണ്ടുപോയി പിന്നെ കൊളുത്തി കൊണ്ടുവരണ? നീ എന്തിന് ചിമിണി ദീപം പിടിപ്പിച്ചു കൊണ്ടുവരണ? എനക്കൊന്ന് കുറഞ്ഞിട്ടാലോ? ഞാൻ ചെറുതായിട്ടില്ലാലോ. എന്റെ സ്ഥാന ബഹുമാനം ഷോട്ടായിട്ടില്ലാലോ എന്ന് മഹാനർ ചോദിച്ചുവെങ്കിൽ അതന്നെയാണ് മഹാനരുടെ ഏറ്റവും വലിയ സ്വഭാവം. അതന്നെയാണ് ആ മഹാനരെ അല്ലാഹു ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തിയത്. അതന്നെയാണ് ആ മഹാനരുടെ വിജയരഹസ്യം. ഇരിക്കട്ടെ, ആ മഹാനരതാ രാത്രി അങ്ങ് തന്റെ റൂമിൽ കിടന്നുറങ്ങുന്ന നേരത്ത് സുബ്ഹാനല്ലാഹ് എങ്ങനെ അങ്ങോട്ടിങ്ങോട്ട് തെരഞ്ഞും മറിഞ്ഞ് കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. എങ്ങനെ കിടന്നിട്ടും ഉറക്കം വരുന്നില്ല. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ മൊബൈൽ നോക്കുന്നതല്ലേ സ്വർഗത്തിന്റെ തോപ്പിലിരുന്നിട്ടും. ചില മനുഷ്യന്മാർക്ക് സ്വർഗത്തിന്റെ തോപ്പും അടക്കന്റെ തോപ്പ് പോലെ. ചില മനുഷ്യന്മാർക്ക് സ്വർഗത്തിന്റെ തോപ്പോ ആകാശമരത്തിന്റെ കൂപ്പ് പോലെ. അതബ് എന്നത് വലിയ കാര്യമാണ്. നിങ്ങൾ അരമണിക്കൂർ ഇരുന്നെങ്കിൽ മോശമില്ല, 5 മിനിറ്റ് ഇരുന്നിട്ട് എണിച്ചിട്ട് പോകുന്നെങ്കിൽ മോശമില്ല, 1 മണിക്കൂർ ഇരിക്കുന്നെങ്കിൽ മോശമില്ല. ആ ഇരിക്കുന്ന ഇരുത്തം ഉണ്ടല്ലേ, അത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ചെമ്പാപ്പ് പോലെ ഇരുന്നോളൂ. അതിൻ്റെ ഒരു ചന്തവും അതിൻ്റെ ഒരു അടക്കവും അതിൻ്റെ ഒരു ഒതുക്കവും അതിൻ്റെ ഒരു ജാഗ്രത, അതിൻ്റെ ഒരു ചേല്, അതിൻ്റെ ഒരു ബഹുമാനോ, അത് പറഞ്ഞു തീരാൻ കഴിയ അങ്ങനത്തെ ഇരുത്താണ്. ഇതിൻ്റെ ഇടയിൽ വേറെ മൊബൈലിലേക്ക് പോയിക്കൊന്നോ, അതിൻ്റെ ഇടയിൽ യൂട്യൂബിലേക്ക് പോകുന്നോ, സൈലന്റ് ആക്കുന്നമല്ല. പിന്നെ ചില ആൾക്കാരെ സൗകര്യമുള്ളവർ വേം പോണ്ടിയവരൊക്കെ പോണ്ടി വരും, അവർ പോയിക്കോട്ടെ, പ്രശ്നമൊന്നുമില്ല. ചില മനുഷ്യന്മാർ ഇങ്ങനെയുണ്ട്. എങ്ങനെ ഒരു അരമണിക്കൂർ ഇരിക്കും, എന്നിട്ട് മെല്ലെ അടിച്ചിട്ട് പോകുമ്പോൾ മൊബൈൽ കാത് വെച്ചിട്ട് ഇല്ല കേൾക്കുന്നില്ല, ഇപ്പൊ കേൾക്കുന്നില്ല വെച്ചാൽ ഈ കുന്തത്തിന് ഫോൺ വന്നിട്ടേ ഇല്ല. ഫോൺ വേണ്ടിയിട്ട് മെല്ലെ ഓടുന്നു, സ്കൂട്ടാവാൻ ഒരു കെണി. ഏതായാലും സ്വർഗത്തിന്റെ തോപ്പ് നീ ചങ്ങായി പോന്നോ, പക്ഷെ പോന്ന പോക്കിൽ കളവ് ചെലുത്തി നരകത്തിലേക്ക് വരുന്നതിന് ഏടന്ന് പോന്നേ? നിങ്ങൾ ചിരിക്കുമ്പോ ഡൗട്ടുണ്ട്, അങ്ങനെ പോയിനാരാന്നല്ല മുന്നേ കണ്ടിട്ടില്ല നിങ്ങൾ കുറെ ആള്? കേൾക്കുന്നില്ല ഇപ്പൊ പിന്നെ ഹലോ ഫോണേ ആക്കിട്ടില്ല. ഞങ്ങൾക്കും ഉണ്ട് മൂക്കു, നിനക്ക് മാത്രല്ല, നിനക്ക് മൂക്ക് മാത്രം, ഞങ്ങക്ക് തരിമൂക്കുണ്ട്, അതറിയോ? വരുന്നേ ഏതായാലും സ്വർഗത്തിന് തോപ്പൊന്ന് പോകുമ്പോ കളവ് ചെലുത്തി നരകത്തിലേക്ക് പോണം. നേരെ പോയെങ്കില്ല ഒത്തേക്ക്, നേരെ പോയെങ്കില്ല പൈസക്ക് കളവ് ചെലുത്തി പോണോ? ആരിപ്പീടെ കെട്ടിയിട്ട അതിന്റെ ആവശ്യമില്ലല്ലോ. അല്ലാഹു തആല ഈനക്കാളേറെ ചന്തത്തില് അവന്റെ സ്വർഗലോകത്തെ ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടട്ട്. അമലൊന്നും ഞങ്ങളെ കയ്യിലില്ല. അല്ലാഹ് പരലോകം രക്ഷപ്പെടാൻ, നിന്നെ കാണാൻ, വിശാലമായ മഹാന്മാരുടെ ലോകമാകുന്ന സ്വർഗത്തിലെത്താൻ പാപികളായ ഞങ്ങളെ കയ്യിലെ അശേഷം നന്മകളില്ല അല്ലാഹ്. എന്നാലും ഈ ഇരുത്തം, ഈ മുഅ്മിനീങ്ങളെ കൂടെ വലിയുള്ളാഹി തങ്ങളെ ഹദ്റത്തിലുള്ള ഈ മജ്ലിസ് നീ ആഖിറം രക്ഷപ്പെടാനുള്ള വലിയ അമലായി, നിന്നെ കാണാനുള്ള വലിയ അമലായി, നിന്റെ സ്വർഗത്തിലേക്ക് ചെന്നു ചേരാനുള്ള വലിയ അമലായി, ഞങ്ങളും ഞങ്ങളെ മക്കളും വേണ്ടപ്പെട്ടവരും നന്നാവാനുള്ള വലിയ അമലായി നീ സ്വീകരിക്കണേ അല്ലാഹ്. കബൂലാക്കല്ലാ, ആമീൻ ജല്ല കബൂലാക്കല്ലാ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു രാത്രി അങ്ങനെ കിടന്നുറങ്ങിയിട്ട് തെരഞ്ഞും മറിഞ്ഞും അങ്ങനെ മറിഞ്ഞിട്ടും ഉറക്കം വരുന്നില്ല.
ഭാര്യ ചോദിച്ചു, അല്ല പ്രിയപ്പെട്ടവര്, നിങ്ങെന്തേ ഉറങ്ങാഞ്ഞോ? കുറെ നേരായല്ലോ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരയുന്നു മറിയുന്നു. എല്ലാ നിലക്കുള്ള വലിയ പുതപ്പ് നിങ്ങൾ എടുത്തുണ്ട, നല്ല 1.5 തലയണിയുണ്ട്, എല്ലാം ഉണ്ട്. എന്നിട്ടും എന്തേ നിങ്ങൾ ഉറങ്ങാഞ്ഞ്? കുറെ നേരായല്ല നിങ്ങൾ ഇങ്ങനെ അടിയും മേളും അറിയുന്ന, കുറെ നേരായല്ല നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരയുന്ന, എന്തേ ഉറങ്ങാഞ്ഞ് എന്ന് ഭാര്യ, പിരിശപ്പെട്ട ഭാര്യ ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറഞ്ഞെന്തറിയാ, ഇല്ല പെണ്ണ്, ഉറക്കം വരുന്നില്ല. എന്തുകൊണ്ടറിയാ? കൈഫ അനാമു വഖദ് ദകറനി ഹാദൽ ഫിറാശു ബിൽ ഖബ്രി. കൈഫ അനാമു, ഞാൻ എങ്ങനെ ഉറങ്ങാനാ? എനിക്കെങ്ങനെ ഉറക്കം വരാനാ? എന്റെ കണ്ണുകൾ എങ്ങനെ അടയാനാ? വഖദ് ദകറനി ഹാദൽ ഫിറാശു, ഈ വിരിപ്പ്, ഈ ബ്ലാങ്കറ്റ്, ഈ പുതപ്പ്, ഈ ബെഡ്ഷീറ്റ്, ദകറനി ബിൽ ഖബ്രി, ആരാരുമില്ലാതെ നാളെ ഞാൻ മണ്ണോട് ചേർന്ന് കിടക്കുന്ന ഖബറിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അവിടെ ബ്ലാങ്കറ്റ് ഇല്ല, അവിടെ തലയണയില്ല, അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാതക്കത്ത വിശാലതയില്ല. ഹിയ ബൈത്തു ദൂദ്, ഹിയ ബൈത്തു തുറാബ്, ഹിയ ബൈത്തുൽ വശാ. അത് ഏകാന്തതയുടെ വീടാണ്, പുഴുക്കളുടെ വീടാണ്, മണ്ണറയാകുന്ന വീടാണ്. എനിക്ക് ആ ഖബർ ഓർമ്മ വരുന്നുണ്ട്. അതുകൊണ്ടാ ഞാനൊക്കെ ഉറക്കം വരാഞ്ഞ്, അതുകൊണ്ടാ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തരിയണത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് നിങ്ങളെന്ന വലിയ മഹാൻ പറഞ്ഞെങ്കിൽ, ഞങ്ങളും കുറെ കാലമല്ലേ കിടക്കുന്ന കട്ടില്, അല്ലേ അല്ലേ അല്ലേ? ഞാനും കിടന്നിന്, നിങ്ങളും കിടന്നിന്, തലയണിയുണ്ട്, വല്ലുണ്ട്, പുതപ്പുണ്ട്, എല്ലാം ഉണ്ട്, അല്ലേ അല്ലേ? ഞങ്ങൾ മാസം മാസം കിടക്ക ചേഞ്ച് ആക്കിനല്ലാണ്ട് ഇന്നോളം ഞങ്ങൾക്ക് ഖബർ ഓർമ്മ വരുന്നു. ജലീന ചെല്ലിനാ പോയില്ലെങ്കാവൂ, ജെല്ലിറ്റ മതി, കേട്ടലിക്ക് പോണമെന്നൊന്നുമില്ല. ഞങ്ങൾ മാസം മാസം പോകുമ്പോ ഇങ്ങനെ കട്ടല് ചേഞ്ചാക്കൂന്നല്ലാതെ ഞമ്മക്ക് അങ്ങനെ അള്ളാനെ ഓർത്തിട്ട് കരച്ചിലും വിളിയും വരുന്ന ഒരവസ്ഥ അത് ഏത് മൂമിന് എനിക്കുണ്ട? നമുക്ക് അങ്ങനത്തൊരു ബോധം വന്ന് മഹാന്മാർ അങ്ങനെയാണ്. അവർ ജീവിതത്തിൽ അശേഷം തെറ്റുകൾ വന്നിട്ടില്ല, കുറ്റകരമായതൊന്നും അവർ പറഞ്ഞിട്ടില്ല, വേണ്ടാത്തരങ്ങൾ അവർ ചിന്തിച്ചിട്ടില്ല, ഹറാമായതൊന്നും അവരുടെ ഭാഗത്ത് വന്നിട്ടില്ല, മനഃപൂർവ്വമായിട്ട് ഒരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അന്യവന്റെ ഒരു ഈർക്കില് കഷ്ടം പോലും അവരറിഞ്ഞുകൊണ്ട് എടുത്തിട്ടില്ല. എന്നിട്ട് പോലും അവർ അല്ലാഹനെ എത്ര പേടിച്ചോ, അവർ അല്ലാഹനെ എത്ര പേടിച്ചോ. പടച്ച റബ്ബിന്റെ മുമ്പിൽ എത്ര നേരമാ കരഞ്ഞത്, എത്ര നേരമാ അവർ ബോധം കെട്ട് വീണത്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ഇബ്നു മഹാനായ സാലിഹ് റളിയല്ലാഹു, ഹുസൈൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു നല്ല പോലെ കേൾക്കണോ. സിഫത്തു സഫ്വ എന്ന ഗ്രന്ഥത്തിന്റെ 155-ാമത്തെ പേജിൽ ഈ ചരിത്രമുണ്ട്, 1-ാമത്തെ ജുസയിലുണ്ട്. ഇത് രാക്കഥ പറയുന്നതല്ല, ഇത് പിന്നെ കെട്ടുകഥ പറയുന്നതല്ല. മഹാന്മാർ ഉദ്ധരിച്ച ചരിത്രമാണ്, ശരിയായ ചരിത്രമാണ്. മഹാനായ ഹസൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു, ഹുസൈൻ അല്ല, ഹസൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു ഒരാളുടെ മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുപോകുമ്പോ ആ മയ്യത്തിന്റെ പിന്നാലെ നടക്കുകയാണ്. ഒരാൾ മരിച്ചപ്പോ മയ്യത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി, എല്ലാവരും കൂടിയിട്ട് അയാളെ മയ്യത്ത് മറമാടുകയാണ്, ഖബറിലേക്ക് താഴ്ത്തുകയാണ്, മണ്ണിട്ട് മൂടുകയാണ്. ആ രംഗമതാ മുകളിൽ നിന്നിട്ട് കാണുന്നു മഹാനായ ഹസൻ ഇബ്നു സാലിഹ്. മയ്യത്ത് കൊണ്ടുപോയ ആളാണ് അയാളും, മയ്യത്തിന്റെ പിന്നാലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി നടന്ന മനുഷ്യനാണ് അയാളും.
അയാളും അതാ അവിടെ നിൽക്കുന്നു. ഖബറിന്റെ പുറത്ത്, ഖബറിന്റെ ചുറ്റുഭാഗത്ത് അയാൾ നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. മറ്റുള്ളവർ അതാ മരിച്ച മനുഷ്യന്റെ മയ്യത്ത് അങ്ങനെ ഖബറിലേക്ക് താഴ്ത്തുന്നത് കണ്ടപ്പോ ഹസൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നതാ വിറവിറച്ചുകൊണ്ട് ബോധം കെട്ട് വീണു. ബോധം തെളിഞ്ഞില്ല. ഖബറിന്റെ അവസ്ഥ കണ്ടിട്ട്, ഖബറിന്റെ ഉള്ളിലത്തെ അകത്തെ തായ് ഖബർ കണ്ടിട്ട്, ചെറിയ ഖബർ കണ്ടിട്ട്, ആ മയ്യത്തിനെ ഖബറിലേക്ക് താഴ്ത്തുന്ന രംഗം കണ്ടിട്ട്, മയ്യത്തിനെ ഏതാ ചരിച്ചിട്ട് ഇങ്ങനെ കിടത്തുന്ന രംഗം കണ്ടിട്ട് അല്ലാഹുവിന്റെ ഓർമ്മ വന്ന ഹസൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹു ബോധം കെട്ട് ഖബറിൽ വീണു. ബോധം തെളിഞ്ഞില്ല, മരിച്ചിട്ടില്ല. മയ്യത്ത് കൊണ്ടുപോയ ആ മയ്യത്ത് കട്ടിലിൽ പിന്നീട് ഹസൻ ഇബ്നു സാലിഹ് റളിയല്ലാഹു അൻഹുവിനെ കിടത്തിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നു. ഖബർ കാണുമ്പോ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി. ഖബർ കാണുമ്പോ വല്ലാതങ്ങ് വിറച്ചുപോയി. ഖബർ കാണുമ്പോ വല്ലാണ്ടങ്ങ് കരഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്. അല്ലേ മഹാന്മാർ അങ്ങനല്ലേ? ഖബറല്ലേ അത്? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാ വിട്ട് നീ കരയേണ്ടതാ. മേടയ്ക്കു പകരം മാളമാ സുബ്ഹാന റബ്ബി അതിൽ കിടക്കേണ്ടതാണ് സമാന. ഭീകരമാണ് ഖബർ. ഒരുപാട് കാലം ആ ഖബറിന്റെ അകത്ത് ഒറ്റയ്ക്ക് കിടക്കേണ്ടതുണ്ട്. ആ ഖബറിൽ പോകുന്ന ഒരവസ്ഥ നല്ലപോലെ ഓർത്തു നോക്ക്. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഹറാം ചെയ്യണ്ട, അള്ളാനെ മറന്ന് ജീവിക്കണ്ട, കള്ള് കഞ്ചാവ് ഗാഞ്ച ഡ്രഗ്സിനടിമയാകണ്ട, ഉമ്മ പാപ്പാനെ വെറുക്കണ്ട, തങ്ങന്മാര് ആലിമീകള് നേതാക്കള് മുഅ്മിനീങ്ങളെ ചീത്ത പറയണ്ട, തമാശയാക്കണ്ട. ഖബറിന്റെ അകത്തെ ആ ശേഷം പോലും കിബർ വേണ്ട. അന്യവന്റെ സ്വത്ത് അത് എന്തായാലും ഏതായാലും, അതൊരു ഈർക്കില് കഷ്ടമായാലും അവന്റെ സമ്മതമില്ലാതെ എടുക്കണ്ട. അല്ലാഹ് പൊറുക്കില്ല. ഹറാമ് ഭക്ഷിച്ചവന്റെ ദുആക്കുത്തരമില്ല. ഈ ബഡ്ഡിക്ക് മേങ്ങുന്നവരെല്ലാം നല്ലോണം കേട്ടോളണോ? ഇപ്പൊ പോയിട്ട് ഇടക്കിടക്ക് കേൾക്കുന്ന തന്നെ EMI ഉണ്ടാ, IMI ഉണ്ടാ. EMIക്ക് എന്താ വട്ടിയില്ലേ? അത് ചെറിയ വട്ടിയല്ലേ ഉസ്താദ്, സാരമില്ല. ഏളിയാ, അടക്ക കട്ടോനും കള്ളനെ, ആന കട്ടോനും കള്ളനെ, ചെറുതാട്ട് ബെൽതാട്ട്, അത് പൂറാ ബഡ്ഡിയേ. ഇത് ചെക്കന്മാരെ കഥ അല്ല. നമ്മള് വയസ്സുള്ള ആജിമാറ് വരെ ഊടുള്ളോറല്ലാന്ന് വലിയ പുര കെട്ടിയിട്ട് ലാസ്റ്റ് ഇന്റർലോക്ക് ഇടാൻ പൈസ ഇല്ലാലോ. ഇന്റർലോക്ക് ഇടാൻ പൈസ ഇല്ലാണ്ടാകുമ്പോ ഉള്ള പൈസ എല്ലാം കാലിയായി. പിന്നെ എല്ലാ പൈസയും ഇപ്പൊ പുറത്തൊക്കെ ഇടാൻ കഴിയുന്ന, അതും ലാഭത്തല്ലേ, ഗവൺമെന്റ് വേറെ അല്ലേ. അപ്പൊ ഇയാളെന്താക്കുന്ന അറിഞ്ഞ ഇത് ഞമ്മല് ചെല്ലിയ സ്റ്റോറിന്ന്, ഇത് പണി ഉണ്ടാക്കിയിട്ട് പറയുന്ന സാങ്കല്പിക കഥ അല്ല. അങ്ങനെ ഇയാൾ എന്തൊക്കെ അറിഞ്ഞ ലോൺ എടുത്ത് പൊന്നു പോലത്തെ ഇന്റർലോക്ക് ഈ തലന്ന് ആ തലോളം 9 ഏക്കർ ജാഗൊണ്ടു 7 ഏക്കർ ഇട്ടന്നെ ഇന്റർലോക്ക് പോ. അങ്ങനെ പൊരകുടിന്റെ ഏതോ ഒരു നല്ല മുതൽ അറിയട്ടായാല് 1000 പൊര. മാഷാ അല്ലാഹ്, അമേസിങ്, ഭയങ്കര ഉഷാറായി. മാഷാ അല്ലാഹ്, അല്ലാഹ് ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങളെ ജാള് മുറ്റം അതിനെക്കാട്ടും ചന്തായിരുന്നു ഇന്റർലോക്കെല്ലാം ഇട്ടിട്ട്. അപ്പൊ ഈ ഡബിളാജി ചെല്ലാൻ തെറിഞ്ഞ, ഡബിളാജി അല്ല ത്രിബിളാജി, നെറ്റിന്റെ കല കാണുമ്പോ അങ്ങനെ തോന്നുന്നു. അയാൾ ചെല്ലാൻ തെറിഞ്ഞ, എന്തു ഉസ്താദ് ഇത് ഇടുമ്പോ കഷ്ടം എനക്കെന്നറിയും. അപ്പൊ നിങ്ങൾ എന്നെ കുത്തിരി താത്തിനേതാ? അങ്ങനല്ല ഉസ്താദ്. പിന്നെ താത്തിനെ അമർത്തിനെ ചെല്ലിട്ടിനെല്ലാം പയ്യോ, അങ്ങനല്ല ഞാൻ ചെല്ലേ. പിന്നെ അങ്ങനെ ചെല്ലേ, അല്ല ഇത് ഇത്രല്ലേ ഇടാൻ വേണ്ടിയിട്ട് എനക്ക് അവസാനം പൈസ ഇല്ലാണ്ട് ബഡ്ഡിക്കെടുക്കേണ്ടി വന്ന് ഞാൻ ലോൺ എടുത്തിന് ഉസ്താദ്. ലോൺ എടുത്തിട്ട് ചെറിയ ഒരു ബഡ്ഡിക്കെടുത്തിട്ട് ഇങ്ങനെ ഇട്ടിന് ഉസ്താദ്, പൈസ ഇല്ല. അപ്പൊ ആ മൊയിലാറ് കേട്ടാല, ആചാറ് നിങ്ങ ഇത്രല്ല അജ്ജിക്കും ഉംറക്കെല്ലാം പോയിട്ട് ഉള്ള മനുഷ്യൻ നിങ്ങൾ ബഡ്ഡിക്കെടുത്തിയ
ആ അമ്പരിപ്പാക്കിയിട്ട് അങ്ങനെ ഇടുന്നുണ്ട്. ഇപ്പൊ ബഡ്ഡിക്കല്ലെടുത്തിട്ട് കുറച്ച് സബറെടുത്തിനെങ്കിൽ വരുന്നാട്ട് തടക്ക വിറ്റിനെങ്കിൽ ശരിയാവല്ല. ഞാൻ അമ്പരിപ്പാക്കിയതിനി, ബഡ്ഡിക്കെടുത്തതിനി, ലോൺ എടുത്തതിനി എന്ന് കേൾക്കുമ്പോ അയാൾ ചെല്ലെന്താണ് ഈ ഡബളാജി ഈ ത്രിബളാജി എന്നോട് ആരും ഡബളാജി ഉണ്ടെന്ന് നാളെ പണിയാവും. അതും ലാഭത്തല്ലേ. അയാൾ എന്റെ വിഷയം ആര് ചെല്ലുന്ന നാളെ തങ്ങളുടെ പറ്റി കേൾക്കും. അയാൾ എന്റെ വിഷയം ആര് ചെല്ലുന്ന. ചില മനുഷ്യന്മാർ അങ്ങനെ ഉണ്ട്. അവർക്ക് തെറ്റെന്തോ ആക്കാം, ചെല്ലിറങ്ങാല. നിങ്ങൾ കട്ടിട്ട് പോയ ജാമ കള്ളനെ കള്ളന്ന് വിളിയാല. നിങ്ങളെ തരുമു കൂട്ടിക്കോ. നീ എന്താ എന്നെ വിളിച്ചേ കള്ളാന്ന് വിളിച്ചേ. ജാഗ്രത തന്നെ അങ്ങനെ വിളിക്കണം. സംഗതിയോ കട്ടണോ കട്ടത് ജഗജാഹിറു. ഇടി ലോകം അറിയപ്പെട്ട സംഗതിയാണ്. ചെറിയ കള്ളന്തോ അല്ല, ജാമ കള്ളം. എന്നാലും ഓനെ കള്ളം ചെല്ലാൻ കാല. ഓന് കക്ക, ഓന് ഇഷ്ടം പോലെ കക്കുന്നതിനെ കള്ളം ചെല്ലാൻ കാല. അതാണ് വലിയ ആപത്ത്. ഇയാൾ ഇന്റർലോക്കിലിട്ട് ലോൺ എടുത്തിട്ട് ഇന്റർലോക്ക് ഇട്ടിട്ട് ഇയാളുടെ മൊയിലാർച്ച കേട്ടാലും നിങ്ങൾ ഇത്ര വലിയ ആചാറായിട്ട് നിസ്കാര നിലപാടുള്ള ആളായിട്ട് ഒരു ജമാഅത്ത് പോലും വിടാത്ത മനുഷ്യനായിട്ട് നിങ്ങൾ ഈ ലോൺ എടുത്തിട്ട് ഇത്ര ഗഡിപിടിയാക്കിയതിന് എന്ന് കേൾക്കുമ്പോ ഈ ത്രിബളാജി ശല്യം എന്തറിഞ്ഞ മൊയിലാർച്ച നിങ്ങന്തി ചെല്ലുന്നത്. ഇപ്പൊ അതെല്ലാം നോക്കിയങ്ങാവാന്ന്. എങ്ങനെ ഇപ്പൊ ലോണ് വഡ്ഡി EMI നല്ല നോക്കിയങ്ങാവാന്ന്. ഇപ്പൊ എല്ലാം ഹലാല് ഹേ, ചൽത്താ ഹേ. ഇപ്പൊ അതിനെല്ലാം നോക്കി സംഗതി അടക്കാലാന്ന്. വഡ്ഡി അത് ഇത് ശരീഅത്ത് നിയമോ. ഞങ്ങളെ പെണ്ണ് കാണുന്നില്ലേ? പെണ്ണ് നമ്മളെ കർണാടകന്റെ പെണ്ണുങ്ങാരും അങ്ങനെ ഇട്ടിട്ടില്ല. എല്ലാ പെണ്ണിന്റെ തുള്ളലും എല്ലാ പെണ്ണിന്റെ ഡാൻസും എല്ലാ മാപ്പിള ജാതി പെണ്ണിന്റെ റീൽസും കാണുന്നത് ഞങ്ങളെ കേരള മലയാളികൾ. ഇപ്പൊ നാളെ കേരളക്കാരെ പറഞ്ഞിട്ട് കിളിപ്പിട് വരുത്താം നോക്കി വേണമെങ്കിൽ. കാരണം എന്നെ പോലത്തെ മൗലിയാമാരെല്ലാം വയലിൽ ജോറായിട്ട് നടത്താവിടെ. എല്ലാ ഹലാക്കിന്റെ മലാമത്തിന്റെ തുള്ളുന്ന പെണ്ണുങ്ങളുള്ളതും അവിടെ നോക്കാം. നിങ്ങൾ ഏതെങ്കിലും ഒരു ഇവിടുത്തെ കർണാടകന്റെ ഒരു പെണ്ണുങ്ങ റീൽസ് ഇട്ടിട്ട് ഇസ്ലാം അപ്ഡേറ്റ് ആണോ, ഇസ്ലാം ഒന്നും കൂടി ഉഷാറാണോ, ഇസ്ലാമിന്റെ പലതും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് റീൽസ് ഇട്ട് ഏതെങ്കിലും ഒരു കണ്ണെടുത്തി മുസ്ലിം പെണ്ണിനെ കാണോ? എത്ര മലയാളി മുസ്ലിം പെണ്ണുങ്ങളുണ്ട് ബാല്യകാർത്തിയ? നിങ്ങൾ ധാർവാഡ്, ബീജാപ്പൂർ, ബെൽഗാവ്, ശിവമൊഗ്ഗ